നമ്മൾ വണ്ടി എടുക്കാൻ നേരത്തെ വണ്ടി സ്റ്റാർട്ട് ആയില്ലെങ്കിൽ ഇങ്ങനെ കയറിയിരുന്ന് ഈ തുളയിൽ കൂടി കാലിട്ട് എണീറ്റ് നിന്ന് വണ്ടി തള്ളണം. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളെ ടിം അണ്ണൻ വന്നിട്ട് ഈ ആപ്പിൾ ഇവന്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാം എത്ര ശതമാനത്തോളം ഈ ആപ്പിൾ ഈവന്റ് നമ്മുടെ ജനങ്ങളോട് നീതി പുലർത്തിയിട്ടുണ്ട്. ഏവർക്കും ഒരിക്കൽ കൂടി ടെക് വാണി ടെക് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് 2 പ്രോഡക്ട്സ് ആണ് ആപ്പിളിൻ്റെ ലൈനപ്പിലുള്ളത്. ഒന്ന് ആപ്പിൾ വാച്ചും ഒന്ന് ആപ്പിൾ ഐഫോണും. ഈ ആപ്പിൾ വാച്ച് അല്ലെങ്കിൽ ആപ്പിൾ ഐഫോണിൽ പല പ്രത്യേകതകളുണ്ടെന്ന് അവർ സ്ഥാപിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഒന്നും തന്നെ പ്രത്യേകതകളായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ എന്നാൽ ചെറിയ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിക്കാനാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്തത്. നമുക്ക് ആപ്പിൾ വാച്ചിലോട്ട് പോകാം. ആപ്പിൾ വാച്ച് 2 രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആപ്പിൾ വാച്ച് സീരീസ് 9ഉം ഒന്ന് ആപ്പിൾ വാച്ച് അൾട്രാ 2ഉം. ഇതിൽ ആപ്പിൾ വാച്ച് സീരീസ് 9ൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നമുക്കിപ്പോൾ നോക്കാം അല്ലേ. ഇതിലെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്നാലും അവർ പുതിയതായിട്ട് ഒരു ആപ്പിൾ വാച്ചിൽ S9 ചിപ്പ് എന്ന് പറഞ്ഞ ഒരു ചിപ്പാണ് കൊണ്ട് ഇൻട്രൊഡ്യൂഷൻ ചെയ്തിരിക്കുന്നത്. സോ ദ സെയിം ചിപ്പ് തന്നെയാണ് അൾട്രയിലും അവർ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ തിയേറ്ററിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡാർക്ക് റൂമിലോ നിങ്ങൾ കയറുകയാണെങ്കിൽ നിങ്ങളുടെ ആപ്പിൾ വാച്ചിൻ്റെ പീക്ക് ബ്രൈറ്റ്നെസ് 2000 ആണ് ഉള്ളത്. അതിൽ നിന്നും കട്ട് ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നും കുറഞ്ഞിട്ട് നിങ്ങൾക്ക് പീക്ക് ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത് 1 മാറും, 1 nits ആയിട്ട് മാറും. സോ അത് കുഴപ്പമില്ല. നമുക്കത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിലുള്ള അതേ ഫീച്ചേഴ്സ് തന്നെയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഈ വാച്ചിൽ ഉണ്ട്. രണ്ടാമത്തേന്ന് വെച്ചാൽ പ്രിസിഷൻ ഫൈൻഡിങ് ഫോർ ഐഫോൺ. അതായത് നിങ്ങളുടെ ഐഫോൺ നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും വെച്ച് മറന്നുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ വാച്ചിലൂടെ ഇതിൻ്റെ പ്രിസിഷൻ ഫൈൻഡ് ചെയ്യാൻ പറ്റും. എത്ര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ എത്ര ഫീറ്റ് വ്യത്യാസത്തിലാണ് നിങ്ങളുടെ ആപ്പിൾ ഐഫോൺ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം ഇവർ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് വെച്ചാൽ ഈ ഒരു ആപ്പിൾ വാച്ച് എന്ന് പറയുന്നത് 100% കാർബൺ ന്യൂട്രലാണ്. സോ അവർ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് അവർ ഉപയോഗിച്ചിരിക്കുന്ന റിന്യൂവബിൾ എനർജിയാണ്. ഈ പറയുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ 100% റീസൈക്ലിംഗ് ചെയ്യാൻ പറ്റുന്ന കാർബൺ ന്യൂട്രൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് എന്ന രീതിയിൽ തന്നെയാണ് അവർ പറയുന്നത്. സോ എനിവേ അത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ പ്ലാന്റ്സ്, അതായത് നമ്മൾ ചെടി നടുമ്പോൾ അവർ ഫോറസ്റ്റ് തന്നെ നട്ടു എന്ന രീതിയിലേക്ക് അവർ ആ ഈവെൻറ്റിൽ പറയുന്നുണ്ടായിരുന്നു. സോ അതൊരു ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിലെ സിറിയുടെ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ സിറിയും കാട്ടി ഒരു 25% സിറി ഇമ്പ്രൂവ്മെൻറ്റ് ഇവർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഈ സിറിയിലൂടെ നമുക്ക് പല കാര്യങ്ങളും അറിയാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഞാൻ എത്ര സമയം ഉറങ്ങിയിട്ടുണ്ട്, ഞാൻ എത്ര എൻ്റെ ഈ വെതറിൻ്റെ എന്താണ്, അങ്ങനെ പല കാര്യങ്ങളും സിറിയോട് ചോദിക്കാൻ പറ്റും. സോ സിറി വിൽ ആക്ട് ആസ് എ 25% ആക്യുറേറ്റ്. മൂന്നാമത്തെ കാര്യം, 3 കാര്യങ്ങൾ പറഞ്ഞല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഉള്ള ഒരു 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജസ്റ്റേഴ്സാണ്. ജസ്റ്റർ എന്ന് പറയാൻ നേരത്ത് ഡബിൾ ടാപ്പ് ജസ്റ്റേഴ്സ് എന്ന് പറയും. ആപ്പിൾ വാച്ച് സീരീസ് 9ലുമുണ്ട്, ആപ്പിൾ വാച്ച് അൾട്രയിലുമുണ്ട് ഈ ഡബിൾ ടാപ്പ് ഫംഗ്ഷനാലിറ്റി. അത് വേറെ ഒന്നുമില്ല, നിങ്ങൾക്കൊരു കോൾ വരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ അലാറം സ്നൂസ് ചെയ്യാനോ നിങ്ങൾക്ക് ഈ വലത് കൈ കൊണ്ട് സാധിക്കാത്ത ആവശ്യകത വരുമ്പോൾ, ഇൻ കേസ് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ചായ കുടിക്കുകയാണെങ്കിലോ, സോ നിങ്ങൾക്ക് വലത് കൈ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ നിങ്ങൾക്ക് ഡബിൾ ടാപ്പിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ചൂണ്ടുവിരലും നിങ്ങളുടെ തള്ളവിരലും ഉപയോഗിച്ച് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ആ കോൾ കട്ട് ചെയ്യാനും സാധിക്കും. ലാസ്റ്റ് നിങ്ങൾക്ക് സ്നൂസ് ഇപ്പോൾ അലാറം വന്നാൽ സ്നൂസ് ചെയ്യാനും സാധിക്കും. സോ ഇത്രയും ഫീച്ചേഴ്സ് മാത്രമാണ് ഉള്ളത്. പിന്നെ അൾട്രയ്ക്കകത്ത് വരുന്ന ഒരു ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു മൗണ്ടനോ അല്ലെങ്കിൽ ഒരു ഡീപ്പിലോ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ വാച്ച് ഫേസിൽ തന്നെ എത്ര അടി പോയിട്ടുണ്ട്, എത്ര അടി വന്നിട്ടുണ്ട് എന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. സോ അൾട്രയും ഉപയോഗിച്ചിരിക്കുന്ന ടൈറ്റാനിയം എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടാണ് അൾട്രയുടെ ഫ്രെയിമും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. സോ അല്ലാതെ വേറൊരു പ്രത്യേകതയുമില്ല. നമുക്ക് ഇനി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ആപ്പിൾ ഐഫോൺ. ഈ ആപ്പിൾ ഐഫോണിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ആപ്പിൾ ഐഫോൺ 40 പ്രോയിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ 2 ക്യാമറയേ ഉള്ളൂ, അവിടെ 3 ക്യാമറ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടുത്തെ ഐഫോൺ 50 അല്ലെങ്കിൽ 50+ അത് മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 48 മെഗാപിക്സലാണ്. 48 മെഗാപിക്സലാണ് മെയിൻ ക്യാമറ വരുന്നത്. ഒപ്റ്റിക്കൽ സൂമിൻ്റെ ക്വാളിറ്റി 2x ടെലിഫോട്ടോ ക്വാളിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അതൊരു കൊള്ളാവുന്നൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ 5G ബാൻഡാണ്, ഇത് എല്ലാവരും 5G ബാൻഡാണ്. പിന്നെ 40 പ്രോയിലുണ്ടായിരുന്ന അന്നത്തെ സെറാമിക് ഷീൽഡ് ഇന്ന് ഇപ്പം ഐഫോൺ 50നും 50+നും ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ ഒരു മോശമാണ്
A16 ബയോണിക് ചിപ്പാണ് അവർ ഇപ്പോഴും യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത് 2000 നിറ്റ്സ് ബ്രൈറ്റ്നെസ് ആണ് ഉള്ളത്. പിന്നെ ഇതിലും സെയിം ആസ് എ പ്രിസിഷൻ ഫൈൻഡിങ് ഉണ്ട്. പക്ഷേ പ്രിസിഷൻ ഫൈൻഡിങ് എന്ന് പറയുന്നത് ഇൻ കേസ് ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ ലൊക്കേഷൻ എൻ്റെ ഫ്രണ്ട് ഇനി എത്ര ഫീറ്റിലാണ്, എത്ര അടി നിൽക്കുന്നുണ്ട്, ഏത് ഡയറക്ഷനാണെന്ന് കാണിക്കുന്നുണ്ട്. അതാണ് അവർ പറയുന്ന പൊസിഷൻ ഫൈൻഡിങ്. പിന്നെ ഇവർ ഉപയോഗിച്ചിരിക്കുന്ന 100% റീസൈക്കിൾഡ് കൊബാൾട്ടാണ് ബാറ്ററിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് പറയുന്നുണ്ട്. പിന്നെ ഇതിൽ പറയുന്നത് നമുക്കൊന്നും തന്നെ വേണ്ടാത്ത ഡൈനാമിക് ഐലൻഡ്സ് ഉണ്ട്. പിന്നെ അവർ പറയുന്നത് എന്ത് ആക്ടിവിറ്റീസ്, ഇപ്പോൾ ഗെയിം കളിച്ചാലും അല്ലെങ്കിൽ ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലും ഡാൻസ് കളിച്ചാലും പാട്ട് കേട്ടാലും എന്ത് തന്നെ ചെയ്താലും ഓൾ ഡേ ബാറ്ററി ലൈഫ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവർ 4K 60 ഫ്രെയിമിൽ HDR സപ്പോർട്ട് ചെയ്യുമെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. സോ അതൊരു ഗ്രേറ്റ് തിങ് ആണ്. നമുക്ക് iPhone 14 Pro സെയിം തന്നെയാണ് കൊണ്ടിരിക്കുന്നത്. അത് സിനിമാറ്റിക് മോഡുണ്ട്. പിന്നെ ബെറ്റർ പോർട്രേറ്റ്സിന് വേണ്ടി ഫോക്കസ് ആൻഡ് ഡെപ്ത് കൺട്രോൾസ് വരുന്നുണ്ട്. സ്മാർട്ട് HDR വരുന്നുണ്ട്. സോ ഇതൊക്കെ തന്നെയാണ് വരുന്നത്. ഇതൊക്കെ അല്ലാതെ വേറെ ഒന്നും തന്നെ അവർ പറയുന്നില്ല. പുതിയൊരു കാര്യം തന്നെ അങ്ങനെ ഇല്ല. പിന്നെ നിങ്ങൾ ഇപ്പോൾ യു എസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാറ്റലൈറ്റ് വഴി SOS സാറ്റലൈറ്റ് വഴി റോഡ് അസിസ്റ്റൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഇൻ US ഓൺലി. പിന്നെ അല്ലാതെ നിങ്ങൾക്ക് ഈ റോഡ് അസിസ്റ്റൻസ് അല്ലാത്ത പല കാര്യങ്ങളും ഈ സാറ്റലൈറ്റുമായി കമ്മ്യൂണിക്കേഷൻ ബാക്കി കുറച്ച് രാജ്യങ്ങളും വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ വന്നിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ US നിങ്ങൾക്ക് 2 വർഷത്തെ iPhone 15 Plus മേടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് 2 വർഷത്തെ സാറ്റലൈറ്റ് അസിസ്റ്റൻറ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. 2 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ മിക്കവാറും പൈസ കൊടുത്ത് ചെയ്യേണ്ടി വരും. പിന്നെ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നോയ്സ് ക്യാൻസലേഷൻ ഓൺ കോളാണ്. അതായത് ഇപ്പോൾ ഞാൻ ക്രൗഡായിട്ടുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ ബസ്സിലോ സംസാരിക്കുമ്പോൾ ഓപ്പോസിറ്റ് സംസാരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഞാൻ സംസാരിക്കണേ ക്ലിയറായി കേൾക്കാൻ ചാൻസ് ഇല്ല. സോ ഇതിലൊരു ഓപ്ഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നോയ്സ് ക്യാൻസലേഷൻ. കോൾ ചെയ്യുമ്പോൾ തന്നെ നോയ്സ് ക്യാൻസലേഷൻ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർക്ക് വ്യക്തമായി കേൾക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് ഈ പ്രോഡക്റ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയാണ് എല്ലാവരും കാത്തിരിക്കുന്ന പ്രോ അല്ലെങ്കിൽ പ്രോ മാക്സ്. പ്രോയിലും പ്രോ മാക്സിൻ്റെ അകത്തും ടൈറ്റാനിയം ഫ്രെയിം വരുന്നുണ്ട്. അതും ഗ്രേഡ് 5 ടൈറ്റാനിയമാണ് വരുന്നത്. ഇതിൽ നമുക്ക് അന്ന് പറയുന്നുണ്ട് നമുക്ക് സൈലൻറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പം കസ്റ്റമൈസബിൾ ആക്ഷൻ ബട്ടണാണ് വരുന്നത് അല്ലേ. ഈ ആക്ഷൻ ബട്ടൻ്റെ അകത്ത് ക്യാമറ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, വോയിസ് മെമ്മോ സെറ്റ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ട്സിൽ ഏതെങ്കിലും ഒരു ഷോർട്ട് കട്ട്സ് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിലും സെയിം ഡൈനാമിക് ഐലൻഡ്സ് വരുന്നുണ്ട്. പിന്നെ iPhone 15 Plusനെയും കാട്ടി തിന്നർ ബെസിൽസ് ആണ് വരുന്നത്. തിന്നർ ബെസിൽസ് ഇതിലും സെയിം സെറാമിക് ഷീൽഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെ പ്രോ ഡിസ്പ്ലേ എന്നാണ് അവർ പറയുന്നത്. ഇതിൻ്റെ സ്ക്രീൻസിനെ പ്രോ ഡിസ്പ്ലേ എന്നാണ് പറയുന്നത്. A17 Pro ബയോണിക് ചിപ്പ്. നമ്മൾ A17 ബയോണിക് ചിപ്പിലാണ് കാത്തിരുന്നെങ്കിൽ അവർ ഒരു പടി മുമ്പ് ചാടി A17 Pro ബയോണിക് ചിപ്പാണ് ചെയ്തിരിക്കുന്നത്. അത് 3 നാനോമീറ്റർ 90 ബില്യൺ ട്രാൻസിസ്റ്റേഴ്സ് ഉള്ള 3 നാനോമീറ്ററുള്ള ബയോണിക് 17 Pro ചിപ്പാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. 6 കോർ CPU ഉണ്ട്, 4 കോർ GPU എഫിഷ്യൻസി കോർ ഉണ്ട്, 16 കോർ ന്യൂറൽ എഞ്ചിൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇവർ പറയുന്നത് വെച്ചാൽ മറ്റുള്ളതിനെ കാട്ടി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഒപ്റ്റിക്കൽ സൂം എന്ന് പറയുന്നത് 120 mm ഒപ്റ്റിക്കൽ സൂമാണ് ഇതിലെ നമുക്ക് ക്യാമറയിലൂടെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. സോ ഫോട്ടോഗ്രാഫി തന്നെ ഒരുപാട് മാറ്റം വരുത്തുന്നു. ഒരു സൂപ്പർ ഹൈ റെസൊല്യൂഷൻ ഫോട്ടോസും നമുക്ക് ഈ ഒരു iPhone പ്രോയിലും പ്രോ മാക്സിലൂടെ എടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഗെയിമിങ്ങിന് വേണ്ടി അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഗെയിമിങ്ങിന് വേണ്ടി തന്നെയാണ് അവരുടെ അഡ്വാൻസ് ആയിട്ടുള്ള ഗെയിമിംഗ് GPU തന്നെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഗെയിമിങ് കളിക്കുന്ന ആൾക്കാർക്കും ദാറ്റ്സ് വിൽ ബി ബെറ്റർ. പിന്നെ അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്യാമറയിൽ തന്നെ 5x ടെലിഫോട്ടോ ഓൺ പ്രോ മാക്സ് എന്ന് പറയുന്നത്. അതായത് പ്രോ മാക്സിൻ്റെ അകത്ത് 5x ടെലിഫോട്ടോ നമുക്ക് സൂം ചെയ്ത് 5x വരെ സൂം ചെയ്ത് നമുക്ക് ഒപ്റ്റിക്കൽ സൂമാണ് അത് പറയുന്നത്. സോ അത് കൊള്ളാം. പിന്നെ ഈ ഒരു പ്രോയിലും പ്രോ മാക്സിലും USB-C ഒക്കെ ഒരു പ്രത്യേകതയുണ്ട്. 10 GB വരെ ട്രാൻസ്ഫർ സ്പീഡ് ഇതിനകത്തുണ്ട്. ബാക്കി എല്ലാ പുകയും വെടിയും എല്ലാം സെയിം തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇറങ്ങിയ അതേ മോഡൽ തന്നെയാണ്. വേറെ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. സോ ഇതാണ് ഐഫോണിൻ്റെ iPhone Plus, iPhone Pro, പ്രോ മാക്സിൻ്റെ സ്പെക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് iPhone Proയ്ക്കും പ്രോ മാക്സിനും പ്രൈസ് വന്നിട്ട് പ്രോയുടെ പ്രൈസ് വന്നിട്ട് $999 ആണ് വരുന്നത്. iPhone 50 Pro മാക്സിന് വരുന്നത് $1199 ആണ് വരുന്നത്. ഇത് സെയിം പ്രൈസ് തന്നെയാണ്. അവർ പ്രൈസ് ഒന്നും മാറ്റിയിട്ടില്ല എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയിൽ വരുമ്പോഴത്തേക്കും ഈ പ്രൈസ് കൂടാൻ ചാൻസ് വളരെയുണ്ട്. സോ ഇതാണ് ഐഫോണിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം, താങ്ക് യു.